ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് വളരെ വ്യത്യസ്തമായ ഒരു റെസിപ്പിയുമായിട്ടാണ്. ആവിൽ പൊട്ടറ്റോ കട്ട്ലറ്റ്. വളരെ ടേസ്റ്റിയായ ഒരു കട്ട്ലറ്റാണ് ഇത്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ? അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതിനോടൊപ്പമുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ എൻ്റെ ഓരോ റെസിപ്പിയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതായിരിക്കും. അപ്പോൾ ആവിൽ പൊട്ടറ്റോ കട്ട്ലറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ? ആവിൽ കട്ട്ലറ്റിന് ആവശ്യമായ അവലാണ് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. ആദ്യം ഈ അവിൽ ഒന്ന് വറുത്തെടുക്കാം. ചൂടായ പാനിലേക്ക് വറുത്തെടുക്കാനുള്ള അവിൽ ഇട്ട് കൊടുക്കുക. അവിൽ പൊടിച്ചെടുക്കണം. ആ പരുവത്തിന് ഇത് നന്നായി വറുത്തെടുക്കണം. ഈ വറുക്കുന്ന അവിലിന് ഒരു മണമൊക്കെ വരുന്നുണ്ട്. ഇനി അതൊന്ന് പൊടിച്ച് എടുക്കാം. പൊട്ടറ്റോ കട്ട്ലറ്റിന് ആവശ്യമായ പൊട്ടറ്റോയും വേവിച്ച് വെച്ചേക്കുവാണ്. അതിലേക്ക് വറുത്ത് പൊടിച്ച അവിലിട്ട് കൊടുത്തു. കറിവേപ്പില, സ്പൂൺ മുളക് പൊടി, സ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ കട്ട്ലറ്റിന് ഉരുട്ടുന്ന പരുവം ആക്കിയാണ് എടുക്കേണ്ടത്. അന്നേരം വെള്ളം ആവശ്യമാണെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം. കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഞാനിതൊന്ന് മിക്സ് ചെയ്യുക. കൂടെ കുഴച്ച് ഞാൻ വെച്ചിരിക്കുക. ഇതിനെ ഓരോ ഉരുളകളായിട്ട് എടുക്കണം. ഉരുളകളായിട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ആക്കിയെടുക്കാം. ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുക. ഇനിയും മുട്ടയുടെ വെള്ളയിൽ മുക്കി അതിനുശേഷം ബ്രെഡ് പൊടിയിൽ മുക്കിയിട്ട് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കണം. എണ്ണ നന്നായി ചൂടാകുമ്പോൾ അതിലേക്ക് നമ്മുടെ ഈ കട്ട്ലറ്റ് പുരട്ടിയത് ഇട്ട് കൊടുക്കണം. ഇത് ഓരോന്നായി ഞാൻ ഇട്ട് കൊടുത്തു. ഞാൻ ആ കട്ട്ലറ്റ് പീസാക്കി വെച്ചിരിക്കുന്ന എല്ലാം കൂടെ എണ്ണയിൽ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. വെയിറ്റ് ചെയ്യാൻ. നമുക്ക് ഇത് ഒരു സൈഡൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ വളരെ ടേസ്റ്റിയായ ആവിൽ പൊട്ടറ്റോ കട്ട്ലറ്റ് ഇവിടെ റെഡി ആയിരിക്കുന്നു. നമുക്കിനി അതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. എൻ്റെ ഈ ഒരു റെസിപ്പി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുമെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതിനോടൊപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോട് ചേർന്ന് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ എൻ്റെ ഓരോ റെസിപ്പിയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതായിരിക്കും. വീണ്ടും വരെ ബൈ.